മോദി വിരുദ്ധയാണ് മമതാ ബാനർജി എങ്കിൽ ഇവിടേക്ക് മോദിക്ക് പഠിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറീസയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ഒരുപാട് ഭക്തർ വരുന്ന വലിയൊരു പേരുകേട്ട ക്ഷേത്രമാണ്. അപ്പോൾ മമതയ്ക്ക് തോന്നി ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എന്നാൽ പിന്നെ അത് ബംഗാളിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ എന്ത് എന്നുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ സർക്കാർ ചെലവിൽ അതങ്ങ് നിർമ്മിച്ചു. പക്ഷെ ഇപ്പൊ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ സംഭവം? നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് പുരി എന്ന് പറയുന്നത്. ചാർധാം എന്ന് പറയുന്നത് ബദരി, കേദാർനാഥ്, പുരി, രാമേശ്വരം, ഈ 4 ക്ഷേത്രങ്ങളെ ചേർത്ത് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ്. ആ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കിച്ചൺ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കിച്ചൺ ആ ക്ഷേത്രത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. എത്ര പേര് വന്നാലും എന്ന് മാത്രമല്ല, അവിടെ വിഭവങ്ങളുടെ സമൃദ്ധിയിലും ഒരു ദിവസം അവിടെ 56 വിഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ഈ വിഭവങ്ങളൊക്കെ ദേവന് നിയോഗിച്ചതിന് ശേഷം എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അതൊക്കെ അപൂർവതകളാണ്. പിന്നെ ഈ വിഗ്രഹം എന്ന് പറയുന്നത് ഈ നീം വുഡ് അതിൽ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹമാണ്. അങ്ങനെ ഒത്തിരി 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 പ്രത്യേകതകളുള്ള ലോകത്തിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് പുരി എന്ന് പറയുന്നത്. നീമുഡിൽ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹത്തിന് എന്താണ് പ്രത്യേകത? അത് ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ഈ തടി കൊണ്ടുള്ള വിഗ്രഹമേ ആകാവൂ എന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അതൊക്കെ വലിയ കഥകളാണ് അതിനെപ്പറ്റി. അതിലേക്ക് നമുക്ക് കടക്കണ്ട. പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ അത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് 12 മുതൽ 19 വർഷം കഴിയുമ്പോൾ ഈ വിഗ്രഹം 12നും 19നും ഇടയ്ക്കുള്ള പീരീഡിൽ ഇത് കത്തിച്ച് കളയുകയും പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇതൊക്കെ അങ്ങനെ ഒരുപാട് അപൂർവതകളുള്ളതുമായ ക്ഷേത്രമാണ് അവിടെയാണ്. അവിടെയാണ് ഈ മമതാ ബാനർജി ഇങ്ങനെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണല്ലോ. നമുക്കറിയാം എങ്ങനെയാണ് മുമ്പിലേക്ക് വരിക, എന്തൊക്കെയാണ് ജനങ്ങളെ കൂടെ നിർത്താൻ ചെയ്യാൻ കഴിയുക എന്നൊക്കെ എനിക്ക് ഒരു പരിധിവരെ പല കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ടല്ലോ. ആദ്യം നമുക്കറിയാം, മമതാ ബാനർജി 75 അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായൺ ഈ ഇന്ദിരാഗാന്ധിക്കെതിരായ പ്രക്ഷോഭം തുടങ്ങിയ അവസരത്തിൽ അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ച് തുടങ്ങിയുള്ളൂ. അന്ന് അവർ ഈ ജയപ്രകാശ് നാരായൺ അവിടെ ഇതിന് പ്രസംഗിക്കാൻ വന്ന അവസരത്തിൽ കാറിൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്തുകൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ചാലാണ് മമതാ ബാനർജി. അങ്ങനെയാണ് അവരുടെ എൻട്രി എന്ന് പറയുന്നത്, മാസ് എൻട്രി എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പിന്നെ അവർ കോൺഗ്രസ്സിലായിരുന്നു, പിന്നെ കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുമാറി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം കൂടെ പിടിച്ചു നിർത്തണം എന്ന് അവരിങ്ങനെ പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് ഈ പുരി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരിൽ നല്ല പങ്കും, ഏറിയ പങ്കും, വലിയൊരു പങ്കും ബംഗാളിൽ നിന്നാണ്. പുരിയിലേക്കുള്ള തീർത്ഥാടകർ. അങ്ങനെ അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ് എന്നാൽ ഇവിടെ ഒരു പുരി ക്ഷേത്രം നിർമ്മിച്ചാലോ എന്ന് കരുതി മേദിനിപ്പൂർ ജില്ലയിൽ ദിഖ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഏതായാലും അവിടെ ആ സ്ഥലം തിരഞ്ഞെടുക്കുകയും അവിടെ ഒരു വലിയ ക്ഷേത്രത്തിന് അവർ പൂർണ്ണമായും സർക്കാർ ചെലവിൽ, സർക്കാരിന് 256 കോടി രൂപയെങ്ങാണ്ടാണ് ക്ഷേത്രത്തിന് വേണ്ടി ഗവൺമെൻറ് മുടക്കിയിരിക്കുന്നത്. അതോടൊപ്പം സ്ഥലം, അതിനുവേണ്ട സജ്ജീകരണം, ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്ത് എന്ന് മാത്രമല്ല, പറഞ്ഞ കൂട്ട് മോഡിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞതല്ല, മോഡിയെ കടത്തിവിട്ടാൽ എന്താണ് മാർഗം എന്ന് നോക്കിയിരിക്കുന്ന അവസരത്തിലാണ് അവർ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് മോഡിയാണല്ലോ. അപ്പം അതിനെതിരെ ചില വിമർശനങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തിട്ട് അവർ എന്നാൽ ഇവിടെ പ്രാണപ്രതിഷ്ഠ സ്ത്രീയാണ് നടത്തുന്നത്, അവർ തന്നെയാണ് നടത്തുന്നത് തീരുമാനിക്കുകയും അങ്ങനെ ഈ അക്ഷയ തൃതീയ ദിവസമാണ്, കഴിഞ്ഞ അക്ഷയ തൃതീയ ദിവസം നിശ്ചയിച്ച് അന്ന് അവിടെ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതാണ് സംഭവം. പക്ഷേ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അവർ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുമെന്നൊന്നും ആരും ധരിച്ചിരുന്നില്ല. അന്നാണ് ഇത് അനൗൺസ് ചെയ്യുന്നതും അവരത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിലും ഇതറിഞ്ഞത് അന്ന് മുതൽ ഒടുങ്ങാത്ത വിവാദങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഒന്നിലേറെ കാരണങ്ങൾ അതിനകത്തുണ്ട്. അവരൊരുമാതിരി പുലിവാലി പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് വേണം പറയാൻ. കാരണം ഒന്ന്, ഈ പുരി ജഗന്നാഥ സമസ്ത എന്ന പേരിൽ അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അവിടെ പറ്റത്തില്ല എന്നുള്ളതാണ് പുരിയുടെ അതിൻ്റെ ഒരു പാരമ്പര്യവും അതിൻ്റെ ഒരു ഇതുണ്ട്. ആർക്കിടെക്ട് 12 കലിംഗ ആർക്കിടെക്ചർ പ്രകാരം നിർമ്മിച്ചതാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ക്ഷേത്രങ്ങളോടും അനുബന്ധമായിട്ടുള്ള ചില മാറ്റരുതാത്ത ചില ആചാരങ്ങളുണ്ടല്ലോ, അത്തരത്തിൽപ്പെട്ട ഒന്നാണ്. രണ്ടാമത് അവിടെ ജഗന്നാഥ വിഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ വുഡിലെ നിർമ്മിക്കാൻ കഴിയൂ എന്ന് ആണ് വൈപ്പ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് അത് അവിടെ നിർമ്മിച്ച ഇതിൽ നിന്നും അധികം വന്നതാണ് ഇവിടെ ഉപയോഗിച്ചത്. പക്ഷെ അത് പറ്റത്തില്ല. കാരണം ഈ വിഗ്രഹം ആ വിഗ്രഹത്തിൽ എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നിനു വേണ്ടിയും അതവിടെ ഈ ഒറീസയിലുള്ള ഈ പുരോഹിതന്മാരുടെ ആരെയോ സ്വാധീനിച്ച് അവരെ കണ്ടത് പറയുകയും ചെയ്തു എന്നാണ്. പക്ഷെ പെട്ടെന്നാണ് അതിൻ്റെ അപകടം മനസ്സിലായത്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇത് കത്തിച്ച് കളയാണ് വിഗ്രഹം, ഇത് എടുക്കുന്നതിന് മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചു. പിന്നെ അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ചു. ആരെക്കൊണ്ടാണോ പറയുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ചു.
പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ BJP ആ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അയോധ്യ ക്ഷേത്രമാണല്ലോ ഈ ക്ഷേത്രങ്ങളെ ഇവരെ പ്രകോപിപ്പിക്കുന്ന ഈ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം. പക്ഷേ അത് അയോധ്യ ആ ട്രസ്റ്റ് രൂപീകരിക്കുകയും അവർ കൃത്യമായിട്ടും അതിന് വേണ്ട സാധന സാമഗ്രികളും എല്ലാം അവർ പൊതുജനങ്ങളിൽ നിന്ന് സംഭരിച്ച് ഭക്തന്മാരിൽ നിന്ന് സംഭരിക്കുകയും കോടിക്കണക്കിന് രൂപ സംഭരിക്കുകയും സംഭാവന ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് സർക്കാരിന് ആ അർത്ഥത്തിൽ റോളൊന്നുമില്ല. ഇങ്ങനെ സർക്കാർ കോടതി വിധി നടപ്പാക്കാൻ നിയമപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും അവിടെയില്ല. പക്ഷേ ഇവിടെ ഈ മുഴുവൻ തുകയും സർക്കാർ ചിലവാക്കിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് കാര്യം, ഒന്ന് മമതാ ബാനർജിയെ പറ്റി നമുക്കുള്ള അറിയാം, ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് ഈ മുസ്ലിം പ്രീണനമാണ്. മമതാ ബാനർജിയെ പറ്റി ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബംഗാളിൽ നിന്ന് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള അഭയാർത്ഥികൾക്ക് അനധികൃതമായിട്ട് അവിടെ പൗരത്വം കൊടുക്കുകയും വോട്ടേഴ്സ് പേര് ചേർക്കുകയും അങ്ങനെ പലപ്പോഴും പുറത്താക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ അവരുടെ ഒരു ബലത്തിലാണ്, മാസമായിട്ട് അവരുടെ ഒരു ബലത്തിലാണ് ഇത് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. മമതയുടെ വിജയത്തിൻ്റെ ഒരു ഘടകം അതാണ്. അതായത് അനധികൃതമായ വോട്ടേഴ്സ് ചേർത്തവരും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരും അങ്ങനെ ഒരു മുസ്ലിം മൈനോറിറ്റിയെ അനധികൃതമായി പ്രീണിപ്പിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിൽ തുടരുന്നതെന്നാണ്, അതാണ് വസ്തുതയും. അങ്ങനെയാണ്. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത അവരിൽ ഇപ്പോഴുണ്ട്. കാരണം BJP ശക്തി പ്രാപിക്കുന്നതിനോടൊപ്പം അവർക്കുണ്ട്. ഇനിയിപ്പോൾ അവർക്കറിയാം പല അർത്ഥത്തിലും BJP നമ്മൾ ഉദ്ദേശിക്കുന്നതിന് പോലെ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു ഹിന്ദു അപേസ്മെന്റ് എന്താ പറയുന്നത് ഇങ്ങനെ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് അവരെ ഉപദേശിച്ചവർ അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടായെന്ന് വേണം കരുതാം. പക്ഷേ അതിന് ചെയ്തതൊക്കെ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തും അല്ലെങ്കിൽ ആചാരങ്ങളെന്ന് ഭക്തന്മാർ ഇത് ചെയ്യുന്നതിനും ഒക്കെ വിരുദ്ധമായിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവിടെ കേസ് കൊടുത്തിരിക്കുകയാണ്. വളരെ പ്രമാദമായ വളരെ ആഘോഷത്തോടു കൂടി ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ കേസ് ശ്രദ്ധിക്കപ്പെടുന്നു. അതോടൊപ്പം ഭക്തന്മാരായ ആളുകളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഈ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരെ തിരിഞ്ഞ് കുത്തുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഈ പോകുന്ന ഭക്തന്മാരൊക്കെ പുരിയിലേക്ക് പോകുന്നവരെല്ലാവരും ഇങ്ങോട്ട് വരണമെന്നില്ല, അവർക്ക് പുരി എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചിലപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ റിപ്പബ്ലിക്ക വേറെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട്. ആളുകൾ പോകുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രം എന്നൊക്കെ അമേരിക്കയിലൊക്കെ ഇങ്ങനെ നിർമ്മിക്കുന്നത് അവിടെയുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക അതിനകത്തൊരു അപ്പീസ്മെൻറ്റോ ഒരു പ്രത്യേക താല്പര്യങ്ങളോ ഇല്ല. ഇത് തികച്ചും കൃത്യമായ ഇത് ചെയ്ത് മമത പുലിവാല് പിടിച്ചിരിക്കുകയാണ് എന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായ ഒരു പ്രക്ഷോഭം ഈ ഓരോ കാര്യങ്ങളും ഈ ചെയ്ത ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും, അതായത് ഈ ക്ഷേത്രം നിർമ്മാണം, ക്ഷേത്രത്തിലെ പൂജാവത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അതിൻ്റെ ഒരു പുരോഹിതർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരും ഇതിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ അത് ഗവൺമെൻറ് ക്ഷണിച്ചാലും അത്തരം കാര്യങ്ങൾ പങ്കെടുക്കരുതെന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ മൂകാംബിക എന്നൊക്കെയുള്ള അടിക അവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്ന ചില ക്ഷേത്രങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങൾ നടത്താറല്ലേ എന്ന് പറഞ്ഞതുപോലെ പുരിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു മമത. അത് പറ്റത്തില്ല എന്നൊരു നിലയിലാണ് എത്തിയിരിക്കുന്നത്. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല ആദ്യം ഈ പറഞ്ഞ കക്ഷിയുണ്ടല്ലോ, അതായത് ഈ വിഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ ഇതിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞ ആളിനെ അവിടുത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഒരു ഫിക്സഡ് പീരീഡിലേക്ക് അവിടുത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞതുപോലെ മോഡിയെ വെട്ടാൻ കണ്ടെത്തിയ ഒരു പുതിയ ആയുധമായിരുന്നു ഈ മമതയുടെ. അത് മൊത്തത്തിൽ തിരിഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ബംഗാളിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിന് മറുപട്ട് എങ്ങനെയാണ് മമത ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. ക്ഷേത്രം നിർമ്മിക്കുകയും ക്ഷേത്രത്തിന് വേണ്ടി സർക്കാർ 256 കോടി രൂപ നിർമ്മാണത്തിന് തന്നെ കൊടുക്കുകയും സ്ഥലം കൊടുക്കുകയും അവിടെ പ്രാണപ്രതിഷ്ഠ മമതാ ബാനർജി നിർവഹിക്കുകയും ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പുത്തൻ സംഭവങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്.